അതിനിടയിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യഘട്ടത്തിൽ രാഹുലിനെ പൂർണ്ണമായും തള്ളി പ്രതികരിച്ചു. പിന്നീട് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിക്കുന്ന പശ്ചാത്തലം ഉണ്ടായതിനു പിന്നാലെ കൂടുതൽ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന തരത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ചിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനെ ആക്രമിക്കുന്നതിൽ നിന്നെങ്കിലും കോൺഗ്രസ് പാർട്ടി പിന്മാറണമെന്ന് ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെടുന്നു. പൈതൃകവും പാരമ്പര്യവുമുള്ള കോൺഗ്രസ് പാർട്ടി രാജ്മോഹൻ ഉണ്ണിത്താനെ ആക്രമിക്കുകയാണ്. സംരക്ഷണം വേണമെന്നാണ് ഉണ്ണിത്താൻ പറയുന്നത്. തന്നെ ആക്രമിക്കുന്നത് CPM അല്ല കോൺഗ്രസ് എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞതെന്നും ജോൺ ബ്രിട്ടാസ്. ഇത്രയും പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ ആ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനെ യഥാർത്ഥത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ്, ഇത്രയും പൈതൃകമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവായ ജനപ്രതിയായ എന്നെ ഇതുപോലെ കിടന്നാക്രമിക്കാൻ പാടുണ്ടോ സൈബർ ഗുണ്ടകൾ? എനിക്ക് സംരക്ഷണം വേണം. അതിനുശേഷം ഒന്നും കൂടി പറഞ്ഞു, ഈ ആക്രമണം തുടർന്നാൽ ഞാൻ പലതും വിളിച്ചു പറയേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ എനിക്കൊരൊറ്റ അഭ്യർത്ഥനയുള്ളൂ, ഉണ്ണിത്താനെ മനസ്സിൽ വെക്കരുത്. നിങ്ങൾ ഉള്ള കാര്യങ്ങൾ പറ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്.